പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾ ദൈവകൃപയാൽ നിറയപ്പെടുവാൻ വേണ്ടി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ പദ്ധതിയാണല്ലോ കർത്താവേ, അങ്ങയുടെ മക്കളെ ജീവന്റെ സമൃദ്ധിയാൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നിറച്ച്, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി അനുഗ്രഹിക്കപ്പെട്ട ഈ ലോക ജീവിതം ജീവിച്ച് പിന്നീട് സ്വർഗത്തിൽ ഞങ്ങൾ എത്തിച്ചേരണമെന്നുള്ളത് അങ്ങയുടെ വലിയ പദ്ധതിയാണല്ലോ. അതറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മക്കൾ ജീവിക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ മക്കളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, രോഗപീഠകള്, ഇവിടെ അനുഭവിക്കുന്ന പ്രതിസന്ധികള്, ഒത്തിരി തടസ്സങ്ങള്, ഞെരുക്കങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തമായ ഇടപെടലിലൂടെ കർത്താവെ, ഈ പ്രാർത്ഥനയില് അങ്ങയുടെ മക്കളെ, കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവെ, ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ കൂട്ടായ്മയോർത്ത് വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാർമൽ ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കുന്നു, ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു, അഭിഷിക്തരെ സമർപ്പിക്കുന്നു, ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ശുശ്രൂഷയില് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന, സഹകരിക്കുന്ന, സഹായിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെല്ലാ പ്രാർത്ഥനകളും തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയമായ ഒരു പോരാട്ടത്തില് ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്ക്, ആത്മീയ ശുശ്രൂഷകളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ അതിശക്തമായിട്ട് നമ്മെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ശുശ്രൂഷ ആത്മീയമായ യുദ്ധം എന്ന് പറഞ്ഞില്ലേ, ഒരു ആത്മീയ പോരാട്ടം ഇന്ന് അതിശക്തമായിട്ട് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ദിവ്യകാരുണ്യ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട, ജപമാല യാത്രയുമായിട്ട് ബന്ധപ്പെട്ട, വാഹനം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തടസ്സങ്ങളുണ്ട്. അതൊക്കെ മാറിക്കിട്ടാനും അതൊക്കെ പെട്ടെന്ന് തന്നെ കർത്താവിന്റെ ശക്തമായ ഇടപെടലിലൂടെ മുന്നോട്ട് നയിക്കപ്പെടാനൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്താണേലും കർത്താവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എതിർപ്പുകൾ വരും. ആത്മീയ പോരാട്ടമാണ്. പക്ഷേ ആത്യന്തികമായി നമ്മൾ പ്രാർത്ഥിച്ച് അതിനനുസരിച്ച് വിജയത്തിന്റെ ശക്തി സ്വന്തമാക്കി കർത്താവിനാൽ നമ്മൾ വിജയം പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾ ദൈവകൃപയിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാലോ, ഈ ദിവസങ്ങളൊക്കെ അതിശക്തമായ പ്രാർത്ഥന അതിനു വേണ്ടിയാണ്. പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങുന്നു, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചന ഭാഗം റോമാക്കാർക്ക് ലേഖനത്തിന്റെ 8-ാം അധ്യായത്തില് ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ച് പൗലോസ്ലീഹ പറയാം. അവിടെ പൗലോസ് പറയുന്നുണ്ട്, ജഡത്തിന്റെ വ്യാപാരങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത്, ആത്മാവിനാൽ നയിക്കപ്പെടണം. മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജന്മപാപത്തിന്റെ ജഡമായി പോയ അവസ്ഥയെ നിഗനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആ ജീവൻ പ്രാപിച്ച മക്കൾ പിന്നീട് അങ്ങോട്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അതുകൊണ്ട് പൗലോസ്ലീഹ ഈ അധ്യായം പറയുന്നുണ്ട്, ജഡത്തിന്റെ വ്യാപാരങ്ങളെ ആത്മാവിനാൽ നിഗനിക്കണം. അങ്ങനെ പറഞ്ഞ് അവസാനം 8-ാം അധ്യായത്തിന്റെ 14-ാം വചനത്തിൽ പറയാണ്, ആരാണ് ദൈവമക്കൾ എന്നതിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ മക്കള് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. പറയാറുണ്ടല്ലോ, ആത്മാവ് ആരാണെന്ന്. ആരാണ് ആത്മാവ്? One who can abide in you and control you. നമ്മുടെ ഉള്ളിൽ വസിക്കാനും നമ്മെ നിയന്ത്രിക്കാനും കഴിയുന്നവൻ, അവനാണ് ആത്മാവ്. ആ ആത്മാവ് നമ്മുടെ മക്കളിൽ, നമ്മില്
ദൈവത്തിന്റെ ആത്മാവ് മാത്രമായിരിക്കണം. മറ്റൊരാത്മാവ് നമ്മെ നയിക്കാൻ പാടില്ല, നിയന്ത്രിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമ്മുടെ മക്കൾ നയിക്കപ്പെടാൻ പാടുള്ളൂ. ഇന്ന് പല പല ആത്മാക്കളുണ്ട്. നമുക്കറിയാം, ലിക്വർ ബാധിച്ചവനിൽ 2000 പന്നി കയറാൻ മാത്രം ആത്മാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല പല നമ്മുടെ ലോകത്തിലേക്ക് മക്കളേക്ക് നോക്കുമ്പോൾ ഒത്തിരി തിന്മയുടെ ആത്മാക്കള്. ഓരോ പ്രവൃത്തിയുടെ പിന്നിൽ ഒരാത്മാവുണ്ട്. പരിശുദ്ധാത്മാവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മക്കളിൽ കാണുന്ന പല സ്വഭാവങ്ങളും ഉണ്ടാകത്തില്ല. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സന്തോഷം, എന്താ പറയാ, അനുസരണം, വിധേയത്വം, ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ അതില്ലാത്തത് എന്താണ് മക്കളെ? ദൈവാത്മാവല്ലാത്ത മറ്റു പല ആത്മാക്കളും നമ്മുടെ മക്കളുടെ ജഡത്തിൽ കയറി. ഇതാ, ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മക്കളെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അതിനുവേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മാത്രമല്ല, ചില മേഖലകളില് മറ്റുള്ള ആത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിനെ കുരിശിൽ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ മക്കളെ നയിക്കണമേ, ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കണമേ, മറ്റാത്മാക്കൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെ വിട്ടുമാറി പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ തന്നെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കണം. ഇത് ഒരു ആത്മീയ പോരാട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന മക്കളാണ് ദൈവത്തിന്റെ മക്കൾ. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ? നമ്മുടെ മക്കൾ ദൈവത്തിന്റെ മക്കളാണോ? പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ പരിശുദ്ധാത്മാവാണോ നമ്മുടെ മക്കളെ നയിക്കുന്നത്? മറ്റു പല ആത്മാക്കൾക്കും കയറാം. എങ്ങനെ? നമ്മുടെ സ്വഭാവത്തിലൂടെ, സിനിമകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, ജഡിക പാപത്തിലൂടെ, പ്രമാണ ലംഘനത്തിലൂടെ, വചന ലംഘനത്തിലൂടെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ജീവിക്കുമ്പോ ഏത് സ്വരം കേട്ടോ ആ സ്വരത്തിന്റെ ആത്മാവ് പിശാചിനെ കേട്ട ആദ്യ മാതാപിതാക്കളിലേക്ക് പിശാച് കയറി പറ്റിയതുപോലെ, അധികാരപ്പെട്ടതുപോലെ നമ്മുടെ മേൽ അധികാരപ്പെടാൻ മറ്റാത്മാക്കൾക്ക് സാധിക്കും. നമ്മുടെ മക്കളുടെ മേൽ സിനിമ കണ്ടിറങ്ങുന്ന മക്കള് വയലന്റ് ആയിട്ട് മാറുന്നു. കഴിഞ്ഞ ദിവസം സഹോദരി പറയാ, ഈ മാർക്കോ എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം കൊച്ചു പയ്യൻ എന്നോട് കയർത്താൽ അവനോടൊന്ന് കിട്ടി തീർത്തുകളയുന്നു. ഒരു കുഞ്ഞിനെ അതിന്റെ അപ്പനും കൊണ്ടുപോയി സിനിമ കാണിച്ചു കൊടുത്താ. അപ്പനെ ആദ്യം പറയണം, എന്റെ മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആത്മാക്കൾ കാണുന്ന സിനിമ, കേൾക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് ചില സ്പിരിറ്റ് കയറ്റും. എന്നിട്ട് കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചർ പറയാ, എന്തോ പറഞ്ഞപ്പോ എന്നോട് വഴക്കടിക്കരുത്, അല്ലെ സംസാരിക്കരുത്, ആക്ഷൻ ആവില്ല. എവിടുന്ന് കിട്ടിയെന്ന് വെച്ചപ്പോ മാർക്കോ സിനിമയെന്ന് കിട്ടിയതാ, സിനിമയെന്ന്. ഈ ആത്മാവ് പറയും ഇവിടെ മക്കളെ. അതുകൊണ്ട് നമ്മുടെ മക്കള് നല്ലത് വായിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് കാണുക, നല്ല കൂട്ടുകെട്ടുകൾ കൂടുക. നല്ലതിന്റെ പിന്നാലെ പോയാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ മക്കളിൽ നിറയും. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ പോയതിന്റെ അടിസ്ഥാനത്തില് മക്കളിൽ കയറിയെ പറ്റിയ പല ആത്മാക്കള് ഇന്ന് മക്കളെ നയിക്കുമ്പോ, നിയന്ത്രിക്കുമ്പോ ഇന്ന് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രമല്ല, പരിശുദ്ധാത്മാവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണം, നയിക്കണം, നിയന്ത്രിക്കണം, ദൈവമക്കളാക്കി മാറ്റണം. വലിയ പ്രാർത്ഥനയോടെ ദിവ്യാനുസന്നതിയിൽ നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ അടുത്ത ധ്യാനം നമ്മുടെ 30-31 ധ്യാനത്തിലും റൂമുകളൊക്കെ ബുക്കിംഗ് കഴിഞ്ഞു. ഇനി ഡോർമെറ്ററി സൗകര്യങ്ങൾ കുറച്ചുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളവർക്ക് വന്ന് കൂടാവുന്നതാണ്. പിന്നീട് നമ്മുടെ 2 ആഴ്ച കൺവെൻഷൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അനുദിന ഈ പ്രാർത്ഥനയിൽ അനേക മക്കളെ പങ്കെടുപ്പിക്കുക. ഈ ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ശരിക്കും ചെയ്യും. എന്നിട്ട് അനേക മക്കളെ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഇവിടെ ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഞാൻ പറയാണ്, ഈ ശുശ്രൂഷയില് ഒത്തിരി തടസ്സങ്ങൾ ഞാനിന്ന് അത് പ്രകടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. പല പല ആത്മീയ പോരാട്ടത്തിന്റെ തടസ്സങ്ങൾ നമ്മയൊക്കെ തടസ്സപ്പെടുന്ന മേഖലകൾ. എന്താണേലും നമ്മൾ ഒരുമിച്ച് നിൽക്കും, ഉറപ്പാ. തടസ്സപ്പെടാതെ മുന്നോട്ട് നമ്മൾ പോകാൻ ദൈവത്തിന്റെ ശക്തി നമ്മെ ഇടയാക്കും. വിശുദ്ധ കുർബാന മധ്യേ, ആരാധനയുടെ മധ്യേ, ജപമാലയിലും ഒക്കെ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, ഈ ചാനല് നിങ്ങൾ അനേക മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അനേകരോട് പറയാം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടായ്മയാണ് നമ്മൾ. കൂട്ടായ്മ വളരട്ടെ, വർദ്ധിക്കട്ടെ, ഒരുമിപ്പിക്കട്ടെ. ദൈവം ഒരുമിപ്പിക്കട്ടെ. ശക്തമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് കൃപയിൽ വളരട്ടെ, വളർത്തട്ടെ. നമ്മുടെ മക്കൾ കൃപയിൽ വളരുന്നത് കാണാൻ കർത്താവേ ഈ മക്കൾക്കും എനിക്കും ഭാഗ്യം നൽകണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവിക ജീവന സമൃദ്ധിയിൽ നിറച്ച് ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ച് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് നിർമ്മലരാക്കി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവമക്കളുടെ വലിയ സ്ഥാനത്തേക്ക് ഉയർത്താൻ വേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതിനുവേണ്ടി അങ്ങ് കുരിശിൽ രക്ഷാകര പ്രവൃത്തികൾ പൂർത്തിയാക്കി കർത്താവെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി. പന്തക്കുസ്തായിലൂടെ, ആ വീണ്ടും ജനനത്തിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങ് സ്വന്തമാക്കി. ആ ചൈതന്യത്തിൽ തന്നെയാണല്ലോ മാമോദിസായിലൂടെ അങ്ങയുടെ മക്കളായ ഞങ്ങളെയും അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നിറച്ചു നൽകിക്കൊണ്ട് ദൈവമക്കൾ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അങ്ങയുടെ ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവമക്കളാക്കി ഞങ്ങളെ അങ്ങ് ഉയർത്തിയല്ലോ. കർത്താവെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളുടെ പാപത്തിലൂടെ, അകൃത്യത്തിലൂടെ മെച്ചമായവ കണ്ട് കേട്ട് വെറുത്ത് പാപപ്രവൃത്തികൾ ചെയ്ത് കൽപ്പനകൾ ലംഘിച്ച് മറ്റു പല ആത്മാക്കൾക്കും ഞങ്ങൾ ജീവിതത്തില് സ്ഥാനം കൊടുത്തപ്പോ ഞങ്ങളുടെ മക്കൾ ജീവിതത്തിലേക്ക് പല ആത്മാക്കളും കടന്നു വരാൻ ഇടയായപ്പോ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നയിക്കുന്നത് ദൈവാത്മാവല്ലാത്ത ഒരവസ്ഥയുണ്ടല്ലോ ഈശോയെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുന്നു, മക്കളുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളിലുള്ള പരിശുദ്ധാത്മാവല്ലാത്ത മറ്റെല്ലാ ആത്മാക്കളെയും അങ്ങയുടെ നാമത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി അപ്പന്റെയും അമ്മയുടെയും അഭിഷിക്തന്റെയും അധികാരത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവല്ലാത്ത മറ്റെല്ലാ ആത്മാക്കളെയും യേശുവിന്റെ നാമത്തില് കുരിശുമരണ ശക്തിയില് ഞങ്ങൾ ഒരുമിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവേ അങ്ങയുടെ കുരിശിൻ ചുവട്ടില് സമർപ്പിക്കുന്നു. നിർവീര്യമായി പോകട്ടെ കർത്താവേ. ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. മാമോദീസായിലൂടെ ഞങ്ങളിലേക്ക് വന്ന് ആവസിച്ച പരിശുദ്ധാത്മാവ് പരിപൂർണ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. ശരീരത്തിന്റെ, വികാരത്തിന്റെ, അവയവങ്ങളുടെ, തീരുമാനങ്ങളുടെ, നടപ്പിന്റെ, എടുപ്പിന്റെ, എല്ലാത്തിന്റെയും, പഠനത്തിന്റെ, ജോലിയുടെ, യാത്രയുടെ എല്ലാ നിയന്ത്രണവും പരിശുദ്ധാത്മാവേ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് നയിക്കണം, അങ്ങ് നിയന്ത്രിക്കണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാക്കി പരിപൂർണതയില് ഞങ്ങളുടെ മക്കളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായിട്ട് ഞങ്ങളുടെ മക്കൾ മാറട്ടെ. ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. ഞങ്ങളുടെ അഭിഷിക്തർ മാറട്ടെ. ഞങ്ങളുടെ സന്യസ്തർ മാറട്ടെ. കത്തോലിക്ക തിരുസഭയിലെ പരിശുദ്ധ പിതാവ്, കർദിനാൾമാര്, മെത്രാന്മാര്, എല്ലാ അധികാരികളും പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്നവരായി തീരട്ടെ. അങ്ങനെ ദൈവമക്കളുടെ ഉന്നത സ്ഥാനത്ത് ദൈവമഹത്വത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയില് എന്നും ജീവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് പഠിച്ച് വിജയിച്ച് ജോലി നേടി വിവാഹം നടന്ന് അല്ലെങ്കിൽ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ സ്വന്തമായി മാറട്ടെ. അങ്ങയുടെ മക്കളുടെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കട്ടെ. സന്തോഷവും സമാധാനവും വലിയ അഭിഷേകവും പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പഠനം, ജോലി, ഭാവി ജീവിതം, തീരുമാനങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കുന്ന വലിയൊരു അഭിഷേകത്തിനായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ.
കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മക്കളുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ദൈവമക്കളെ പോലെ ജീവിക്കാൻ പഠനത്തിലും ജോലിയിലും എല്ലാ മേഖലയിലും ഇന്റർവ്യൂവിലും എല്ലാത്തിലും അങ്ങയുടെ മക്കള് അങ്ങയുടെ സ്വന്തമായിട്ട് ജീവിക്കട്ടെ. അവര് എല്ലാ കാര്യവും പരീക്ഷയും എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളെ നയിക്കുവാൻ